ഉമ്മ രോഗിയായി കിടന്നപ്പോ യാസീൻ ഓതി കൊടുക്കണമെന്ന് ഒരു തോന്നലും തോന്നിയില്ല. ഉമ്മ മൗത്തായി മൂക്കുമലോ കൈ വെച്ചു. ഇനി ഉമ്മ നന്നാവൂല എന്ന് ഉറപ്പായി. ഇന്ന് ഓതടാ യാസീൻ ആണോ? ആലോചിച്ച് നോക്ക്. ഉമ്മ ഇനി ജീവനില്ല, ഉമ്മ കേൾക്കൂല എന്ന് ഉറപ്പായി. ഇനി ഈ തള്ള നന്നാവൂല. അപ്പോ ഓത് ഉസ്താദെ യാസീൻ. അതിനുള്ള നമുക്ക് പണി. എന്തുകൊണ്ട് അവരങ്ങ് പോയിട്ട് തെളിക്കുന്നില്ലെന്താ? ജീവിച്ചിരിക്കുന്നവർക്കാണോ മരിച്ചവർക്കാണോ? ഇങ്ങനെ വരും, ആൾക്കാർ വരും, ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കും, അങ്ങനെ ചോദിക്കും, അങ്ങനെ പറഞ്ഞു. സൂറത്ത് യാസീൻ അള്ള പറയുന്നത് എന്താ? ലിയുൻതിറ മൻ കാന ഹയ്യൻ വയഹീഖൽ ഖൗലു അലൽ കാഫിരീൻ. സൂറത്ത് യാസീൻ അള്ള പറയാണ് ലിയുൻതിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ് ഈ ഗ്രന്ഥം. എങ്ങനെ? സൂറത്ത് യാസീൻ. സുബ്ഹാന ജല്ല ജലാലു. യാസീൻ സൂറത്തിന് പതാ പറഞ്ഞ് മങ്കാന ഹയ്യെന്നാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് എന്നല്ല, മങ്കാന ഹയ്യൻ എന്നൊരു മരിച്ചവർക്ക് എന്താ ചെയ്തറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്കാനമാകയാതിയിലാണ്. ആകയാതിൽ കഴിഞ്ഞു പോയതല്ലേ. അപ്പൊ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ഗാനഹയ്യനല്ലല്ലോ, ഹയ്യനാണ്. മരിച്ചെടുത്തോറുന്ന സൂറത്ത് യാസീനിൽ പഠിച്ചോൻ പറയണെന്ത്? യാസീനിലെ 70-ാമത്തെ വചനം 36-ാമത്തെ ഇപ്പൊ എടുത്തു നോക്ക് യുവാക്കളെ. അതിന്റെ അർത്ഥം തന്നെ മനുഷ്യന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമാവുന്നതും ചിന്ത വരുന്ന ഒരു സമയമാണ് ഖബറിൽ നിൽക്കുന്നത്. ആ സമയത്ത് അവിടെ ചുറ്റും കൂടിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഇൻസാർ. ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ നാളെ പോയി കിടക്കും. ആ കിടക്കുന്ന സമയത്ത് നമ്മളടുത്ത് വരുമ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ നമ്മൾ പറയേണ്ടത് എന്ന് ചുറ്റും കൂടിയോനെ ഓർമ്മപ്പെടുത്തലാണ് ലക്ഷ്യം. കൂടത്തിൽ അയാൾക്കൊരു തമ്പിയിലേക്കോട്ടെ എന്നൊരു ഈനാസിന് അതിന്റെ ഉദ്ദേശം നിയന്ത്രണമെങ്കാണ് എന്നത് ഈമാനുള്ളവർക്ക് താക്കീത് ചെയ്യാൻ വേണ്ടി. ഈമാനുള്ളവർക്ക് താക്കീത് പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞിരിക്കേ ഈമാനുള്ളവർക്ക് ഉത്ബോധനങ്ങൾ നടത്തിക്കൊള്ളിയും എല്ലാരോടും. ദക്കീർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉത്പാദനം നടത്തിക്കൊള്ളിയും. പക്ഷെ എല്ലാവർക്കും ഫലപ്പെടൂല. അത് തന്നെ പഠിച്ച ശേഷം, അതായത് ഈമാൻ അല്ലാഹു തആല ഖൽബിൽ കൊടുത്ത ആളുകൾക്ക് അവർക്കാണ് ഇന്താൻ കൊണ്ട് വായിതൽ. യാസീൻ ഓതുന്ന സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ ലികുല്ലി ഷൈഇൻ ഖൽബുൻ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. ഏതൊരു വസ്തുവിനും ഒരു ഹൃദയസ്ഥാനമുണ്ട്. എന്നാൽ ഖുർആൻ ശരീഫും ജുസുൽ ഖുർആൻ ശരീഫിന്റെ ഖൽബിന്റെ സ്ഥാനത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് ആവർത്തനമില്ലാതെ 10 ഖത്മോദിയ കൂലിയാണ് ഒരു യാസീൻ. സുന്നത്ത് വെളിയുള്ളവരാണ്. ഒരു ഖത്തോതെങ്കിൽ എത്ര ദിവസം മെനക്കെടണം. നമ്മളെ പോലത്തെ ഒരു ആ സ്ഥാനത്തൊരു യാസീൻ ഓതാൻ എത്ര മതി? 10 ഇഞ്ച് വരെ. 10 ഇഞ്ച് കൊണ്ട് 10 ഖത്തോദിയ കൂലി കിട്ടുമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്.